ആപത്ഘട്ടങ്ങളിൽ കരുത്താകാൻ സന്നദ്ധ സേന. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. മൺസൂൺ കാല ദുരന്തങ്ങളെ നേരിടാൻ കണ്ണൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ഫയർഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 2 സുപ്രധാന പരിശീലന പരിപാടികളായ ആപദാമിത്ര, സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് കോഴ്സുകൾ സംഘടിപ്പിച്ചു. ആപദാമിത്ര വോളണ്ടിയർമാർക്കായുള്ള ഏകദിന റിഫ്രഷ്മെന്റ് കോഴ്സും 7 ദിവസത്തെ സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് കോഴ്സുമാണ് നടന്നത്. ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സമൂഹത്തെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപദാമിത്ര സിവിൽ ഡിഫൻസ് പദ്ധതികളിലൂടെ ഫയർഫോഴ്സ് സാധാരണക്കാരെ പരിശീലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ജീവൻ തരം നഷ്ടപ്പെടുന്ന കേസാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറയാൻ പ്രത്യേകിച്ച് റെഡ് അലർട്ട്, തീർച്ചയായിട്ടും റെഡ് അലർട്ട് ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ ശക്തമായ അതിതീവ്രമായ മഴയുണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ മുമ്പോട്ട് പോകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യത, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യത. അതൊരു മുൻകൂട്ടി ആൾക്കാർ ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം നാട്ടുകാരോട് പാലിക്കുക. പിന്നെ നമ്മുടെ സിവിൽ ഡിഫൻസ് ആപദാമിത്ര, സിവിൽ ഡിഫൻസിൻ്റെ ടീമും ആപദാമിത്ര ടീമും അതുപോലെ ഫയർഫോഴ്സിൻ്റെ സേഫ്റ്റി ബീറ്റ് ഓഫീസർമാരൊക്കെ ഈ ദുരന്ത സാധ്യതയുള്ള വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ മുൻകൂട്ടി പരിശോധനകളും ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ അവരോട് സഹകരിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സിവിൽ ഡിഫൻസ് പ്രത്യേകിച്ചും എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ സ്ഥലങ്ങളിലും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, ആപത്ത് വോളണ്ടിയർമാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സഹായങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അവരെ കൂടെ സമീപിക്കാവുന്നതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 101 വിളിക്കുക. മൺസൂൺ കാലത്ത് വിനോദയാത്രകൾ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അരുൺ ഭാസ്കർ മുന്നറിയിപ്പ് നൽകി. പുഴകൾ, തോടുകൾ, ഡാമുകൾ, കടൽ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ അതീവ ശ്രദ്ധ വേണം. അറിയാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത്. അപകടമേഖല എന്ന ബോർഡ് കണ്ടാൽ അവിടെ ഇറങ്ങരുത്. അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കരുത്. അപകടമുണ്ടായാൽ ഉടൻ ഫയർഫോഴ്സിനെ 101 വിളിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റേഷൻ ഓഫീസർ PV പവിത്രൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. 7 ദിവസങ്ങളിലായി നടന്ന സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് കോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. മൺസൂണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫുൾ സജ്ജമാണ്. കൂടാതെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ആപദാമിത്ര ട്രെയിനിങ് കൂടാതെ തന്നെ സിവിൽ ഡിഫൻസ് വാരിയേഴ്സിന്റെ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 7ാമത്തെ ബാച്ചാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവർക്കും ട്രെയിനിങ് കഴിഞ്ഞ് നടക്കുമ്പോഴേക്ക് ഒരു 360 പേരെയാണ് ജില്ലയിൽ നിന്ന് സിവിൽ ഡിഫൻസ് വാരിയേഴ്സായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സിവിൽ ഡിഫൻസ് വാരിയേഴ്സിൻ്റെ ട്രെയിനിങ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ട്രെയിൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് ഒരു അപകടം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രാപ്തരായിരിക്കും. ഇവിടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കിടന്ന ജനങ്ങളൊക്കെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും, അതായത് ഒരു അപകടം കൈകാര്യം ചെയ്യുന്ന പ്രാപ്തനായാൽ ആ സമൂഹം അത്ര സിവിലൈസ്ഡ് ആയി മതി. അപ്പോൾ അതന്നെയാണ് ഫയർ സർവീസിൻ്റെ ഉദ്ദേശം. ഇവിടെ കിടക്കുന്ന ജനങ്ങളെല്ലാം ബോധവൽക്കരിക്കുകയും കൂടാതെ അവരുടെ അപകടം വന്നാൽ എങ്ങനെ തരണം ചെയ്യുന്നതിൻ്റെ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തന രീതികൾ, പൊതുജന ബോധവൽക്കരണം എന്നിവയിൽ സമഗ്ര പരിശീലനമാണ് വാരിയേഴ്സ് കോഴ്സിലൂടെ നൽകിയത്. പ്രാദേശിക തലത്തിൽ ദുരന്തമുഖത്ത് ആദ്യം പ്രതികരിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് PV പവിത്രൻ പറഞ്ഞു. ആപദാമിത്ര റിഫ്രഷ്മെന്റ് കോഴ്സിൽ ബേസിക് ലൈഫ് സപ്പോർട്ട്, ജലാശയ അപകട അതിജീവനം, പ്രഥമ ശുശ്രൂഷ എന്നീ നിർണായക വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകി. VK അഫ്സൽ, RP ഷാഹിബാസ് എന്നിവരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. തിയറിക്കൊപ്പം കൃത്രിമ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ് വീണ്ടെടുക്കൽ, മുങ്ങിമരണ രക്ഷാപ്രവർത്തനം തുടങ്ങിയവയിൽ പ്രായോഗിക പരിശീലനവും നടത്തി. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി ആപദാമിത്ര വോളണ്ടിയർമാരും സിവിൽ ഡിഫൻസ് വാരിയേഴ്സ് പരിശീലനത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി ആപദാമിത്ര വോളണ്ടിയർമാരും സിവിൽ ഡിഫൻസ് വാരിയേഴ്സും പരിശീലനത്തിൽ പങ്കെടുത്തു. മഴക്കാല ദുരന്തങ്ങൾ ഉണ്ടായാൽ ആദ്യം ഓടിയെത്താനും ജീവൻ രക്ഷിക്കാനും സജ്ജരായി നിൽക്കുകയാണിവർ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
IC Moon Ice Cream, a Janata Charitable Society product.